വനരാജാവിന്റെ ഗാംഭീര്യവും വേഗതയും സൗന്ദര്യവും ഒരുപോലെ ഒത്തുചേർന്ന കടുവകളുടെ ജീവിതം ഓരോ ഘട്ടത്തിലും അതിജീവനത്തിനായുള്ള പോരാട്ടങ്ങളുടെ കഥയാണ്. ജനനം മുതൽ മരണം വരെയുള്ള അവരുടെ ജീവിതചക്രം വന്യജീവി ലോകത്തെ എന്നും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഒരു കടുവക്കുഞ്ഞ് ഏകദേശം 105 ദിവസത്തോളം അമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്നതിന് ശേഷമാണ് ജനിക്കുന്നത്. സാധാരണയായി 2-3 കുഞ്ഞുങ്ങളാണ് ഒരു പ്രസവത്തിൽ ഉണ്ടാകുന്നത്. ചിലപ്പോൾ 5 കുഞ്ഞുങ്ങൾ വരെ കണ്ടുവരാറുണ്ട്. ജനിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പൂർണ്ണമായും നിസ്സഹായരും അന്ധരുമായിരിക്കും. അവരുടെ കണ്ണുകൾ അടഞ്ഞ നിലയിലായിരിക്കും ജനിക്കുന്നത്. കാഴ്ച ലഭിക്കാൻ 6 മുതൽ 12 ദിവസങ്ങൾ വരെ എടുക്കും. ഈ സമയത്ത് അവയ്ക്ക് കേൾവിശക്തിയും ഗന്ധവും മാത്രമേ ആശ്രയിക്കാൻ കഴിയൂ. അമ്മയുടെ മണം തിരിച്ചറിഞ്ഞ് അവ മുലപ്പാലിനായി അമ്മയുടെ ശരീരത്തിലേക്ക് പറ്റിപ്പിടിക്കുന്നു. ആദ്യത്തെ കുറച്ചാഴ്ചകളിൽ അമ്മക്കടുവ കുഞ്ഞുങ്ങളെ മറ്റ് അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ അതീവ ശ്രദ്ധാലുവായിരിക്കും. അവയെ ആരുടെയും കണ്ണിൽപ്പെടാതെ ഒളിപ്പിച്ചു വയ്ക്കുകയും മുലപ്പാൽ നൽകി പോറ്റുകയും ചെയ്യുന്നു. ജനിക്കുമ്പോൾ ഒരു കടുവക്കുഞ്ഞിന് ഏകദേശം 785 ഗ്രാം മുതൽ 1.6 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. ഇത് ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ ഭാരത്തേക്കാൾ വളരെ കുറവാണ്. കുഞ്ഞുങ്ങൾ ഏകദേശം 8 മുതൽ 10 ആഴ്ച വരെ അമ്മയുടെ പാൽ മാത്രം കുടിച്ചു വളരുന്നു. ഈ സമയത്താണ് അവയുടെ പാൽപ്പല്ലുകൾ വളരുന്നത്. ഏകദേശം 2 മാസമാകുമ്പോൾ അമ്മ വേട്ടയാടിക്കൊണ്ടുവരുന്ന മാംസം ചെറിയ കഷണങ്ങളാക്കി അവർക്ക് നൽകി തുടങ്ങുന്നു. പതിയെ പതിയെ അവ പൂർണ്ണമായും മാംസം കഴിക്കാൻ പഠിക്കുന്നു. ഈ ഘട്ടത്തിൽ കളികളിലൂടെയാണ് കടുവക്കുഞ്ഞുങ്ങൾ വേട്ടയാടലിൻ്റെ പ്രാഥമിക പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത്. സഹോദരങ്ങളോടൊപ്പം കളിക്കുമ്പോഴും അമ്മയെ അനുകരിക്കുമ്പോഴും ഇരയെ പിന്തുടരാനും പതിഞ്ഞിരിക്കാനും ആക്രമിക്കാനുമുള്ള കഴിവുകൾ അവ സ്വായത്തമാക്കുന്നു. ഏകദേശം 1 വർഷം പ്രായമാകുമ്പോൾ കടുവക്കുഞ്ഞുങ്ങൾ അമ്മയോടൊപ്പം വേട്ടയ്ക്ക് പോകാൻ തുടങ്ങും. നേരിട്ടവരെ പഠിപ്പിക്കുന്നില്ലെങ്കിലും അമ്മ എങ്ങനെയാണ് ഇരയെ കണ്ടെത്തുന്നത്, എങ്ങനെയാണ് പതിഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് ആക്രമിക്കുന്നത് എന്ന് നിരീക്ഷിച്ച് അവർ പഠിക്കുന്നു. ഈ ഘട്ടത്തിൽ അമ്മ ഇരയെ പിടികൂടി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ അതിനെ കീഴ്പ്പെടുത്താൻ അനുവദിക്കുന്നത് അവർക്ക് പരിശീലനം നൽകുന്നതിൻ്റെ ഭാഗമാണ്. ഏകദേശം 12 മുതൽ 18 മാസം വരെ പ്രായമാകുമ്പോൾ അവരുടെ പാൽപ്പല്ലുകൾക്ക് പകരം ശക്തമായ സ്ഥിരം പല്ലുകൾ വരുന്നു. ഇത് വലിയ മൃഗങ്ങളെ വേട്ടയാടാൻ അവരെ പ്രാപ്തരാക്കുന്നു. ഈ സമയത്താണ് അവ കൂടുതൽ സ്വതന്ത്രമായി ചിന്തിച്ചു തുടങ്ങുന്നതും സ്വന്തമായി ഭക്ഷണം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും. ഏകദേശം 18 മുതൽ 24 മാസം പ്രായമാകുമ്പോൾ കടുവക്കുഞ്ഞുങ്ങൾ അമ്മയിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രരാവുകയും സ്വന്തം പാത കണ്ടെത്താൻ തുടങ്ങുകയും ചെയ്യുന്നു. പെൺകടുവകൾ സാധാരണയായി അമ്മയുടെ പ്രദേശത്തിനടുത്തുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ആൺകടുവകൾ കൂടുതൽ ദൂരം സഞ്ചരിച്ച് പുതിയ പ്രദേശങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇത് സ്വഭാവത്തിൽ അവർ ഒറ്റപ്പെട്ട ജീവികളായതിനാലാണ്. ഓരോ കടുവയ്ക്കും അതിൻ്റേതായ ഒരു പ്രദേശം, അതായത് ടെറിട്ടറി ഉണ്ടാകും. ഇത് അവർ മറ്റ് കടുവകളിൽ നിന്ന് സംരക്ഷിക്കും. മരങ്ങളിൽ മാന്തലടയാളങ്ങളിട്ടും മൂത്രവും വിസർജ്യവും ഉപയോഗിച്ച് മണം സ്ഥാപിച്ചും അവർ തങ്ങളുടെ അതിരുകൾ നിർണ്ണയിക്കുന്നു. ഒരാൺകടുവയുടെ പ്രദേശം ഒന്നോ അതിലധികമോ പെൺകടുവകളുടെ പ്രദേശങ്ങളുമായി ഓവർലാപ്പ് ചെയ്യാറുണ്ട്. ഇത് ഇണചേരാനുള്ള അവസരങ്ങൾ നൽകുന്നു. ശക്തമായ ഗർജനങ്ങളിലൂടെയും അവർ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയും മറ്റ് കടുവകളെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു. പെൺകടുവകൾക്ക് 3 മുതൽ 4 വയസ്സും ആൺകടുവകൾക്ക് 4 മുതൽ 5 വയസ്സുമാകുമ്പോഴാണ് പ്രത്യുൽപാദന ശേഷി എത്തുന്നത്. ഒരു പെൺകടുവ ഓരോ 3 മുതൽ 9 ആഴ്ചയിലും ഇണചേരാൻ തയ്യാറാകാം. ഈ കാലയളവ് 3 മുതൽ 6 ദിവസം വരെ നീണ്ടു നിൽക്കും. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വർഷം മുഴുവൻ ഇണചേരൽ നടക്കാമെങ്കിലും തണുപ്പുള്ള മാസങ്ങളിലാണ് ഇത് കൂടുതൽ സാധാരണയായി കാണപ്പെടുന്നത്. ഇണചേരാൻ തയ്യാറായ ഒരു പെൺകടുവ കൂടുതൽ തവണ മണം അടയാളപ്പെടുത്തുകയും ശബ്ദമുണ്ടാക്കി ആൺകടുവകളെ ആകർഷിക്കുകയും ചെയ്യും. ഇണചേരൽ സാധാരണയായി ദിവസങ്ങളോളം നീണ്ടു നിൽക്കാറുണ്ട്. ഒരു ദിവസം 50 തവണ വരെ ആൺകടുവയും പെൺകടുവയും ഇണചേർന്നു എന്നും വരാം. ഇത് അണ്ടോൽപാദനം ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ഇണചേരലിന് ശേഷം പെൺകടുവ ഗർഭം ധരിച്ച് ഏകദേശം 105 ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. ഇതോടെ ഈ ചക്രം തുടരുന്നു. കടുവകൾ മികച്ച വേട്ടക്കാരാണ്. മാനുകൾ, കാട്ടുപന്നികൾ, കാട്ടുപോത്തുകൾ, ചെറിയ ആനക്കുട്ടികൾ എന്നിവയാണ് ഇവരുടെ പ്രധാന ഇരകൾ. കടുവകൾ പ്രധാനമായും രാത്രികാലങ്ങളിലാണ് വേട്ടയാടുന്നത്. കാരണം ഈ സമയത്ത് അവരുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയും ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവും വളരെ മികച്ച രീതിയിലായിരിക്കും.
ഇരയെ പതിയെ പിന്തുടർന്ന് അപ്രതീക്ഷിതമായി ആക്രമിക്കുക എന്നതാണ് കടുവകളുടെ പ്രധാന വേട്ടയാടൽ തന്ത്രം. ശരീരത്തിലെ വരകളും നിറങ്ങളും അവരെ ചുറ്റുപാടുമായി ലയിപ്പിക്കാൻ സഹായിക്കുന്നു. ഇരയെ അടുത്തറിയുമ്പോൾ അവ പെട്ടെന്ന് ചാടി വീഴുകയും കഴുത്തിൽ ശക്തമായി കടിച്ചുപിടിച്ച് ശ്വാസം മുട്ടിച്ചോ രക്തസ്രാവം വരുത്തിച്ചോ കീഴ്പ്പെടുത്തുന്നു. മണിക്കൂറുകളോളം ഒരു ഇരയെ പിന്തുടരാനുള്ള ക്ഷമയും അതിവേഗം ഓടാനുള്ള കഴിവും ഒറ്റയടിക്ക് ഇരയെ കീഴ്പ്പെടുത്താനുള്ള ശക്തിയും കടുവകൾക്കുണ്ട്. ഒരു കടുവയ്ക്ക് കാട്ടിൽ ഏകദേശം 10 മുതൽ 15 വർഷം വരെ ജീവിക്കാൻ സാധിക്കും. എന്നാൽ മൃഗശാലകളിൽ 20 വർഷം വരെ ജീവിച്ച കടുവകളുമുണ്ട്. പ്രായം കൂടുന്തോറും അവരുടെ വേട്ടയാടാനുള്ള കഴിവ് കുറയുന്നു. പല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കുകയും സന്ധികൾക്ക് വഴക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്നത് ഇരകളെ പിടികൂടാൻ ബുദ്ധിമുട്ടാക്കുന്നു. അത്തരം സാഹചര്യങ്ങളിൽ അവയ്ക്ക് സാധാരണ ഇരകളെ കണ്ടെത്താൻ സാധിക്കാതെ വരികയും മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിലേക്ക് ഇറങ്ങിവന്ന് വളർത്തുമൃഗങ്ങളെ ആക്രമിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യാം. ആവാസ വ്യവസ്ഥയുടെ നഷ്ടം, വേട്ടയാടൽ, മനുഷ്യരുമായുള്ള സംഘർഷങ്ങൾ എന്നിവ കടുവകൾ നേരിടുന്ന പ്രധാന ഭീഷണികളാണ്. വനങ്ങൾ നശിപ്പിക്കപ്പെടുന്നതും കടുവകളുടെ സഞ്ചാരപാതകൾക്ക് തടസ്സങ്ങളുണ്ടാകുന്നതും അവയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു. കടുവകളുടെ ശരീരഭാഗങ്ങൾക്കായുള്ള അനധികൃത വേട്ടയാടൽ അവരുടെ എണ്ണം കുറയ്ക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും കടുവകളെ സംരക്ഷിക്കാൻ ലോകമെമ്പാടും വലിയ ശ്രമങ്ങൾ നടന്നുവരുന്നുണ്ട്. സംരക്ഷിത വനപ്രദേശങ്ങൾ സ്ഥാപിക്കുകയും വേട്ടയാടൽ തടയുകയും മനുഷ്യരും കടുവകളും തമ്മിലുള്ള സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നത് ഈ ഗംഭീര ജീവിവർഗത്തെ ഭൂമിയിൽ നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. ഓരോ കടുവയുടെയും ജീവിതം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. അവയുടെ സംരക്ഷണം നമ്മുടെയെല്ലാം കടമയാണ്.